അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ മനസ്സിലാക്കപ്പെടേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഈ ടോപ്പിക്കുമായിട്ട് വോയിസിൽ വന്നത്. ലോകമൊട്ടാകെ സൃഷ്ടിച്ചതും അതിലുള്ള വസ്തുക്കൾ സൃഷ്ടിച്ചതും എല്ലാം ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ പ്രൊഡ്യൂസറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നതിൽ സംശയം ഇല്ല. ആ അള്ളാഹുവാണ് എല്ലാം പടക്കുന്നവനും പടച്ചവനും അതിനെ പരിപാലിക്കുന്നവനും ഓരോ സെക്കൻഡുകളിൽ അതിനെ നിയന്ത്രിക്കുന്നതും അതിനേക്കാൾ താഴ്ന്ന സമയത്തിൽ അതിനെ നിയന്ത്രിക്കുന്നതൊക്കെ അള്ളാഹുവാണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. ലോകമൊട്ടാകെ എന്ന് നമ്മൾ വിശാലമായി പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ചെറുവിരൽ ചലിപ്പിക്കാൻ പോലും അള്ളാഹുവിൻ്റെ കഴിവില്ലാതെ, അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ, സമ്മതമില്ലാതെ എനിക്ക് സാധ്യമല്ല. ഒരു ഇല പറക്കണമെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ കഴിവില്ലാതെ സാധ്യമല്ല. എല്ലാം അള്ളാഹുവാണ്. അത് വിശുദ്ധ ഖുർആനിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ ലോകരെയും പരിപാലിക്കുന്നവനും സൃഷ്ടിക്കുന്നവനും പരിപാലിക്കുന്നവനും നിലവിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം പരിപാലിക്കുന്നത് അള്ളാഹുവാണ് എന്ന് കൃത്യമായി വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിരവധി ആയത്തുകളുണ്ട്. അത് കൂടുതൽ അതിലേക്ക് കടന്ന് സംസാരിക്കേണ്ടതില്ല. പക്ഷെ ഇതിനോട് കൂടെ തന്നെ അള്ളാഹു പരിപാലിക്കുക, അള്ളാഹു സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു വിഷയവും നേരിട്ട് സംരക്ഷിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ എല്ലാ സംരക്ഷണങ്ങളും അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും നിമിത്തങ്ങളായിട്ടാണ് നടക്കുന്നത്. അത് ഓരോന്ന് ഫോർ എക്സാമ്പിൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ. ആകാശത്ത് നിന്ന് അഥവാ മേഘത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് ഖുർആനിൽ പറഞ്ഞു. നമ്മളാണ് മഴ പെയ്യിപ്പിക്കുന്നത്, വെള്ളം ഇറക്കുന്നത്. പക്ഷേ ആ പ്രക്രിയ ഇവിടെ നടപ്പിലാക്കാൻ അള്ളാഹു നിമിത്തമായി വെച്ച മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം. നമ്മൾ സാധാരണ പറയും മഴ പെയ്യിപ്പിക്കുന്ന ആള് മീകായിലാണ്, അതിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും ഏൽപ്പിക്കപ്പെട്ട ആള് മീകായിലാണ്, മഴ പെയ്യിപ്പിക്കുന്ന ആള് മീകായിലാണ് എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. അതിനർത്ഥം മഴ പെയ്യിപ്പിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് മീകായിലാണ് എന്നല്ല. മഴ പെയ്യിപ്പിക്കുന്നവൻ അള്ളയാണ്, അതിൻ്റെ നിമിത്തം മീകായിലാണ്. അതുപോലെ ആത്മാവ് പിടിക്കുന്നത് അസ്രായിലാണ് അലൈഹിസ്സലാം എന്ന് നമ്മൾ പറയും. വാസ്തവത്തിൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. മലക്കുകൾ ആത്മാവ് പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുകയാണ് മനുഷ്യരെ മരിപ്പിക്കുന്നവൻ അള്ളയാണ് എന്ന് പറഞ്ഞ ഖുർആൻ പിന്നെ മറ്റൊരായത്തിൽ പറയുന്നു തവഫത്തുഹുൽ മലായിക. മലക്കുകളാണ് മനുഷ്യരെ മരിപ്പിക്കുന്നത്, ആത്മാവ് പിടിക്കുന്നത് എന്ന്. അപ്പൊ അസ്രായിലിന് അതിന്റെ ചുമതല അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അസ്രായിലാണ് റൂഹ് പിടിക്കുന്നത്, അസ്രായിലാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ ആത്മാവ് പിടിക്കുന്നതും ആ മനുഷ്യന് മരണം കുറിക്കുന്നതും വാസ്തവത്തിൽ അസ്രായിലാണോ അലൈഹിസ്സലാം? ഒരിക്കലുമല്ല, അള്ളയാണ്. പിന്നെ അസ്രായിലാണ് ചെയ്യുന്നത്. ഖുർആൻ അള്ളാഹു പറഞ്ഞു മലക്കുകളാണ് മരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബേസിക്കലി മലക്കുകളാണ് എന്നല്ല, മലക്കുകൾ അതിന്റെ നിമിത്തമാണ് എന്നാണ്. ഇങ്ങനെ എല്ലാം അങ്ങനെയാണ്, എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. ഇവിടെ ആളുകൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നവൻ ആരാണ്? അള്ളയാണ്. മുഅല്ലിം അള്ളയാണ്, ബേസിക്കലി അള്ളയാണ്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണല്ലോ ഇൽമിന്റെ തുടക്കം വരുന്നത് ഈ ഉമ്മത്തിന്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്തു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അള്ളയാണ്. പിന്നെ അതിന്റെ നിമിത്തമാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെ എല്ലാം അള്ളാഹു നിമിത്തത്തിലൂടെയാണ് ചെയ്യുന്നത്. രോഗം മാറ്റുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു രോഗം മാറ്റുന്നവൻ അള്ളയാണ്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ പറയും ആ ഡോക്ടറെ കണ്ടിട്ടാണ് എൻ്റെ രോഗം മാറിയത്, ആ ഡോക്ടറെ ഗുളിക കഴിച്ചിട്ടാണ് എൻ്റെ രോഗം മാറിയത്, ആ ഡോക്ടറാണ് എൻ്റെ രോഗം മാറാൻ കാരണം എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. അതിനർത്ഥം എന്താ? ഡോക്ടർ രോഗം മാറ്റിയെന്നാണോ? അല്ല, ഡോക്ടർ നിമിത്തം മാത്രമാണ്. ഭക്ഷണം തരുന്നവൻ അള്ളയാണ്.
പക്ഷെ ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് ആരാണ്? കല്യാണത്തിന് പോയാൽ അവിടെ സപ്ലൈ ചെയ്യുന്നവരാണ്. വീട്ടിൽ ഭാര്യ കൊണ്ടുവന്ന് തരും. നമ്മുടെ ഭാര്യമാര് ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തരും. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് ഭക്ഷണം എത്തും. അള്ളാഹു നേരിട്ട് ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാറില്ല. അത് അള്ളയാണ് അതിന്റെ അടിസ്ഥാനമെങ്കിലും അതിന് നിമിത്തമാണ് നമ്മുടെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നവർ. അതൊക്കെ നിമിത്തങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ പ്രക്രിയകളും നിമിത്തങ്ങളാണ്. നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ലോകം ഒട്ടാകെ ഭരിക്കാൻ അള്ളാഹു കഴിവ് കൊടുത്തില്ലേ? ലോകം ഭരിക്കുന്നത് ആരാ? ലോകം നിയന്ത്രിക്കുന്നത് ആരാ? അള്ളയാണ്. അതിൽ ആർക്കും തർക്കമില്ല, അള്ളയാണ് നിയന്ത്രിക്കുന്നത്. പക്ഷെ നമ്രൂദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പവർ കൊടുത്തു. നമ്രൂദ് ആരാ? മുസ്ലിമാണോ? അല്ല. അള്ളാഹ്ക്ക് അങ്ങനെ പോലും നോട്ടമില്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കാറ്റിന്റെ ദിശ പോലും നിർണയിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തു. കാറ്റ് നിർണയിക്കുന്നതും അതിന്റെ ദിശ നിർണയിക്കുന്നതും എല്ലാം അള്ളാഹു അല്ലേ? അതിൽ ആർക്കാ തർക്കമുള്ളത്? ഒരു സംശയമില്ല. പക്ഷേ ആ ദിശ നിർണയിക്കാനുള്ള നിമിത്തമാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഉറുമ്പുകളെ സുലൈമാൻ നബി അലൈഹിസ്സലാം നിയന്ത്രിച്ചിട്ടുണ്ട്. ഉറുമ്പുകളെ നിയന്ത്രിക്കുന്നത് ആരാ? അള്ളയല്ലേ? പക്ഷേ സൂറത്തു നംലിൽ അള്ളാഹു പറഞ്ഞു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അതിന്റെ കഴിവുണ്ട്. അത് അള്ളാഹ് കൊടുത്ത കഴിവാണ്. അപ്പൊ അതൊക്കെ നിമിത്തങ്ങളാണ്. സൃഷ്ടികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? സൃഷ്ടികൾ ചെയ്യുന്നത് മുഴുവനും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ്. അള്ളാഹു അവരെ നിമിത്തമാക്കി എന്ന നിലക്കാണ് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ റബ്ബ് തന്നെയാണ്. നമ്രൂദ് ലോകം നിയന്ത്രിച്ചപ്പോൾ, ലോകം ഭരിച്ചപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്നതും നിയന്ത്രിക്കുന്നതും അള്ളാഹ് തന്നെയാണ്. നമ്രൂദ് അതിന് കാരണക്കാരനായി എന്ന് മാത്രം. അതുപോലെ നമ്മൾ സാധാരണ പറയും ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. വാസ്തവത്തിൽ ഇന്ത്യ ഭരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, എല്ലാവരും വിശ്വസിക്കുന്നു അവരുടേതായ മതത്തിന്റെ ദൈവത്തിന്റെ കഴിവാണ് എന്നെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് അതിന്റെ എല്ലാം കഴിവുള്ള ആള്. അള്ളാഹുവാണ് ആ കഴിവൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിന് നിമിത്തമാണ് ഇവിടെയുള്ള ഭരണകർത്താക്കൾ. അത് സംസ്ഥാനത്തിന്റെ ആണെങ്കിലും രാജ്യത്തിന്റെ ആണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഭരണകർത്താക്കളൊക്കെ നിമിത്തങ്ങളാണ്. യഥാർത്ഥത്തിലുള്ള ഭരണവും അതുപോലെ യഥാർത്ഥത്തിലുള്ള അധികാരവും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. അള്ളാഹു അതിന് നിമിത്തമാക്കി അവർക്ക് കൊടുത്തത് കൊണ്ട് അവരത് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ എല്ലാം ഇങ്ങനെയാണ്. അടിസ്ഥാനപരമായി മുഴുവൻ കഴിവും അള്ളാഹുവിനാണ്. അതുപോലെ ആ കഴിവ് അള്ളാഹു ഇവിടെ പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു ആ കഴിവ് കൊണ്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് നിമിത്തങ്ങളിലൂടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മീകായിൽ അലൈഹിസ്സലാം മഴ പെയ്യിപ്പിക്കുന്നു, അത് സ്വന്തമായ കഴിവല്ല, അള്ളാഹ് കൊടുത്ത കഴിവാണ്. അള്ളാഹുവിന്റെ കഴിവ് സ്വന്തമായ കഴിവാണ്. അസ്രായിൽ അലൈഹിസ്സലാം ആത്മാവ് പിടിക്കുന്നു, അത് അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ പിടിക്കുന്നത് അള്ളാഹ് തന്നെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നു, വാസ്തവത്തിൽ പഠിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ നിമിത്തമാണ്, അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ട് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ കഴിവ് സ്വയം പര്യാപ്തതയിലുള്ള സ്വമേധയാ ഉള്ള കഴിവാണ്. സൃഷ്ടികളുടെ കഴിവ് അള്ളാഹ് കൊടുത്ത കഴിവാണ്. ഇതാണ് ഡിഫറൻറ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ കഴിവ് അള്ളാഹുവിന്റെ പരിധിയിൽപ്പെട്ട അള്ളാഹുവിന്റെ കഴിവാണല്ലോ. എല്ലാ കഴിവുകളും അള്ളാഹുവിന്റെ പരിധിയിൽപ്പെടാത്ത ഒരു കഴിവും ഇല്ല. എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ കഴിവ് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കണക്കും കയ്യുമില്ലാതെ അള്ളാഹു കൊടുക്കാം. ഈ ലോകമൊട്ടാകെ നിയന്ത്രിക്കാൻ അള്ളാഹു ഒരാൾക്ക് കഴിവ് കൊടുക്കാം. അതിൽ ഒരിക്കലും നമ്മുടെ മതപരമായിട്ട് തെറ്റില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് സാധാരണഗതിയിൽ നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ അങ്ങനെ പറയുന്ന ആ നമ്രൂദിന് വരെ ലോകം ഭരിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തു. അപ്പൊ അത് അള്ളാഹ് കൊടുക്കുന്ന കഴിവാണ്. അത് ഔലിയാക്കൾക്ക് കൊടുക്കാം, അമ്പിയാക്കൾക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാം. അതിൽ തെറ്റില്ല. ഇനി ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് ലിസ്റ്റ് എടുക്കൽ നമ്മുടെ പണിയുമല്ല. കൊടുക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് അതിന്റെ നിയമസാധ്യത പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൽ അതിന് യാതൊരു തെറ്റുമില്ല. അതേസമയം ലോകൊട്ടാകെ എന്നൊന്നും നമ്മൾ പറയേണ്ട. ഒരു ചെറുവിരൽ ചലിപ്പിക്കണമെങ്കിൽ പടച്ച തമ്പുരാന്റെ കഴിവില്ലാതെ ചലിപ്പിക്കാൻ കഴിയും എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അതേസമയം എല്ലാം അള്ളാഹ്ക്ക് കൊടുക്കാം,
അതിനിവിടെ തെറ്റുമില്ല. ആർക്കെന്ത് കിട്ടിയാലും, ലോകമൊട്ടാകെ കിട്ടിയാലും അള്ള കൊടുത്തിട്ട് കിട്ടിയതാണ് എന്ന് വിശ്വസിക്കുന്നത് തൗഹീദാണ്. ഒരു ഇല ചലിക്കുന്നത് അള്ളാന്റെ കഴിവില്ലാതെയാണ് എന്ന് വിശ്വസിക്കുന്നത് ലോകമൊട്ടാകെ പോകേണ്ടതില്ല. ആ ഇലയിൽ തന്നെയുള്ള വിശ്വാസം തെറ്റായി വന്നാൽ അത് തൗഹീദിന്റെ പടിക്ക് പുറത്തുമാണ്. ഇതാണ് വ്യത്യാസം. ഇതാർക്കും കൊടുക്കാം. സാധാരണഗതിയിൽ പല ഉസ്താദുമാരുടെയും പ്രഭാഷണത്തിൽ പറയാറുണ്ട്, ഔലിയാക്കൾക്ക് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ടാകാം. അത് ഉണ്ടാകാം എന്ന് പറയുമ്പോൾ അതിൽ തെറ്റില്ല, ഉണ്ടാകുന്നതിന് വിരോധമല്ല. കാരണം എന്താ? അള്ളാഹ്ക്ക് കൊടുക്കാലോ. അള്ളാഹ് അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ പലർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഉഅ്തീതു മഫാത്തിഹ ഖസാഇനിൽ അർളി, ഭൂമിയുടെ കലവറയുടെ ചാവികൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ഇവിടെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നത് ഞാൻ അറിയാതെ നൽകപ്പെടുന്നില്ല, ഞാൻ മുഖേനയാണ് എന്ന് വ്യക്തമായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം കൊടുക്കുക എന്നല്ല, പിന്നെയോ അള്ള കൊടുക്കുന്ന കഴിവ് കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു ഹുവൽ മുഅ്തി, അള്ളയാണ് യഥാർത്ഥത്തിൽ നൽകുന്നവൻ, ഞാൻ വിതരണക്കാരൻ മാത്രമാണ്, എനിക്ക് സ്വയമായി നൽകാൻ കഴിവില്ല. പക്ഷെ അള്ള തരുന്ന കഴിവ് കൊണ്ട് അള്ള എന്നെ വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരാൾ എന്ന നിലക്ക് ഞാൻ ഇവിടെ വിതരണം നടത്തുന്നു. അപ്പൊ വിതരണക്കാരൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ വിതരണക്കാരനും യഥാർത്ഥത്തിൽ അള്ളയാണ്. പക്ഷെ അള്ളാന്റെ വിതരണം ഇവിടെ എത്താൻ വേണ്ടി, സപ്ലൈ എത്താൻ വേണ്ടി നിമിത്തമായി അള്ളാഹു വെച്ചിട്ടുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ കഴിവും അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. സൃഷ്ടികൾക്ക് എന്ത് കഴിവുണ്ടോ, അത് ലോകമൊട്ടാകെയുള്ള കഴിവാണെങ്കിലും ചെറിയ കഴിവാണെങ്കിലും വലിയ കഴിവാണെങ്കിലും എല്ലാം അള്ള കൊടുക്കുന്നതാണ്. ചെറുതും വലുതുമായ എല്ലാ കഴിവുകളും അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. മറ്റുള്ളവർക്ക് അതുണ്ടോ, അള്ള കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് കൊടുക്കുക എന്നത് തെറ്റുള്ള കാര്യമല്ല. ആർക്കും കൊടുക്കാം, നല്ലവർക്കും കൊടുക്കാം, അല്ലാത്തവർക്കും കൊടുക്കാം. പിന്നെ അമ്പിയാക്കൾക്ക് വലിയ പദവി അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അത് മുഅ്ജിസത്ത് മുഖേന. ഔലിയാക്കൾക്ക് അള്ളാഹു വലിയ പദവി കൊടുത്തിട്ടുണ്ട്, അത് കറാമത്ത് മുഖേന. ഔലിയാക്കൾക്ക് കിട്ടുന്ന വലിയ മഹത്വങ്ങൾ, സാധാരണ നടക്കാത്ത സംഭവങ്ങൾ ഔലിയാക്കളുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്, അതിന്റെ പേരാണ് കറാമത്ത്. അമ്പിയാക്കളുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്, അതിന്റെ പേരാണ് മുഅ്ജിസത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്കറിയാം, ചന്ദ്രനിലേക്ക് ചൂണ്ടിയിട്ട് ചന്ദ്രനെ 2 പിളർപ്പാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. എന്തേ? ചന്ദ്രനെ നിയന്ത്രിക്കുന്നത് അള്ളയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിരൽ ചൂണ്ടിയപ്പോഴേക്ക് ചന്ദ്രൻ 2 പിളർപ്പായി എന്ന് പറയുമ്പോൾ ചന്ദ്രനെ നിയന്ത്രിക്കാനുള്ള കഴിവ് റസൂലുള്ളാഹിക്കാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കലുമല്ല, അള്ളാഹുവിനാണ്. അള്ളാഹു ആ കഴിവ് അങ്ങ് കൊടുത്തപ്പോൾ നബി തങ്ങൾ അത് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രം. അപ്പൊ എല്ലാ കഴിവും അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. അള്ളാഹ്ക്ക് സൃഷ്ടികൾക്ക് എങ്ങനെയും കൊടുക്കാം. അത് ലോകമൊട്ടാകെ ഉള്ള കഴിവും കൊടുക്കാം, ചെറിയതും വലുതും ഏത് കഴിവും കൊടുക്കാം. പക്ഷേ ആ കഴിവ് കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളിലൂടെ ആ കഴിവ് കൊടുക്കുമ്പോൾ, അമ്പിയാക്കളിലൂടെ ആ കഴിവ് കൊടുക്കുമ്പോൾ കറാമത്ത് മുഅ്ജിസത്ത് എന്ന് പറയും. അത് നമ്മൾ വലിയ ബഹുമാനത്തോടെ കാണുന്ന വിഷയമാണ്. അത് ഔലിയാക്കൾക്ക് ചെറുതും വലുതുമായ കഴിവുകളൊക്കെ അള്ളാഹു കൊടുക്കാം. അപ്പൊ അങ്ങനെ ആ നിലക്ക് ഒരു കഴിവ് ലോകമൊട്ടാകെ ഒരാൾക്കുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ കഴിവുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും തൗഹീദിന് വിരുദ്ധമല്ല. സ്വയമായിട്ട് ഒരാൾക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അത് ചെറുതാണെങ്കിൽ പോലും തൗഹീദിന് വിരുദ്ധമാണ്. പക്ഷെ ഒരു മുസ്ലിമും അങ്ങനെ പറയില്ല. ആർക്കൊക്കെ എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ സാധാരണ നമ്മൾ പറയും, എൻ്റെ തല എന്ന് പറയും. നമ്മുടെ തലയാണോ? അള്ളാന്റെ നിയന്ത്രണത്തിലുള്ള തലയല്ലേ? അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് എന്ന് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നവരും ഉൾക്കൊള്ളുന്നവരുമാണ്. ഇത് മനസ്സിലാക്കപ്പെടേണ്ട വിഷയവുമാണ്. ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.